കവിയുടെ തൂലികയിൽ വിരിയുന്ന വസന്തങ്ങളാണ് കവിതകൾ. വായനക്കാരെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും പ്രണയിക്കുവാനും കരയിക്കുവാനുമെല്ലാം സാധിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളാണ് കവിതകൾ. അക്ഷരങ്ങളെ അനുഭവത്തിൻ്റെ തീച്ചൂളയിലൂടെ കടത്തിവിട്ട് പൊന്നാക്കി മാറ്റുന്ന കവിതകളാണ് വായനക്കാരൻ്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. ആർ വി കപ്പൂച്ചിൻ എഴുതിയ ദൈവഛായ എന്ന കവിതാ സമാഹാരമാണ് ഇന്ന് കൃപാക്ഷരങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്. പരിധി പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഈ കവിതകളിലൂടെ പോകാനുള്ള ഒരു ആകർഷണം ഉണ്ടാവും. പുസ്തകത്തിൻ്റെ കവർ പേജിൽ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ മലമുകളിൽ കൈവിരിച്ച് നിൽക്കുന്ന ഈശോയുടെ ചിത്രമാണ്. ആ ചിത്രവും ഈ പുസ്തകത്തിൻ്റെ ശീർഷകവുമെല്ലാം വളരെയധികം നമ്മളെ ഈ പുസ്തകം വായിക്കുവാനായിട്ട് ആകർഷിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ഗ്രന്ഥകാരനെ കുറിച്ചിട്ടുള്ള വിവരണമാണ്. കപ്പൂച്ചിൻ സഭാംഗമാണ്. കവി എന്നതിൽ പുറമെ മറ്റു പല മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ആർ വി കപ്പൂച്ചിൻ. മ്യൂസിക് വിസ്ലിംഗ് എന്ന കലാരൂപത്തിനെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇതെല്ലാം ലഭിച്ചിട്ടുള്ള ഒരു കലാകാരൻ തന്നെയാണ്. അതിന് പുറമെ പെന്നാർട്ട് എന്ന കലാരൂപത്തിനെ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ എന്ന ഒരു മേഖലയിൽ കൂടി കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ആർ വി കപ്പൂച്ചിൻ. പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് സമർപ്പണമാണ്. ദൈവത്തെ കൂട്ടിനാക്കി നിത്യത്തിലേക്ക് പോയ അമ്മയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകം അമ്മയ്ക്കാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ എഴുതിയ ഒരു ആമുഖ അധ്യായമാണ്. അക്ഷരങ്ങൾ കൂട്ടിവെച്ചപ്പോൾ വാക്കുകളുണ്ടായി, വാക്കുകൾ ചേർത്ത് വെച്ചപ്പോൾ വരികളുണ്ടായി. അതിനെല്ലാം ആശയങ്ങളുടെ നിറമുണ്ടോ വികാരമുണ്ടോ കവിതയുടെ അഴകുണ്ടോ എന്നുള്ളതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇതെല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും കാലഘട്ടത്തിലും ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായിട്ടുള്ള കവിതകളാണെന്നുള്ള ഒരു കാര്യവും, അതേപോലെ തന്നെ അദ്ദേഹം തന്നെ വരച്ചിട്ടുള്ള എഴുതുന്ന പേന കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ഇതിലൂടെ ചേർത്തിട്ടുണ്ടെന്നും ആ ചിത്രങ്ങൾക്കൊന്നും അടിക്കുറിപ്പുകളോ ശീർഷകങ്ങളോ കൊടുത്തിട്ടില്ല. അതെല്ലാം വായിക്കുന്നവരുടെ ആശയത്തിനും ചിന്തയ്ക്കുമായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ കവി തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് കാണുന്നത് കവി സെബാസ്റ്റ്യൻ വലിയ കവിയുടെ ശുശ്രൂഷകൻ എന്ന ശീർഷകത്തോടെ എഴുതിയ അവതാരികയാണ് പിന്നീട് കാണുന്നത്. ഏത് കാലത്തെയും വലിയ കവി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഈശ്വരൻ തന്നെയാണെന്ന് നമ്മൾ കണ്ടെത്തുമെന്നും ആ ഈശ്വരനെ ശുശ്രൂഷ ചെയ്യുന്ന ആർ വി കപ്പൂച്ചിൻ്റെ കവിതകളിൽ ദൈവാനുഭവങ്ങളുടെയും അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പാഠങ്ങളുടെയും എല്ലാം പ്രതിഫലനമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് സെബാസ്റ്റ്യൻ സാർ അവതാരിക അവസാനിപ്പിക്കുന്നത്. പിന്നീട് 61 പേജുകളിലായിട്ട് കിടക്കുന്ന കവിതയുടെ ഉള്ളടക്കമാണ്. കവിതയുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം തന്നെ വരച്ച ചിത്രങ്ങളുടെ പെന്നാർട്ടുണ്ട്. അത് വളരെ വ്യത്യസ്തമാണ്. ഒരിക്കലും കവിതയുമായിട്ട് ഒരു ബന്ധമൊന്നും ആ ചിത്രങ്ങൾക്കില്ല. പക്ഷേ ആ പെന്നാർട്ട് എത്ര മനോഹരമായിട്ടാണ് വരച്ചിട്ടുള്ളത് എന്നുള്ളത് വായനക്കാർക്കൊരു പുതിയ അനുഭവമായിരിക്കും. പിന്നെ ഒരുപാട് കവിതകളുണ്ട്. ഈ കവിതകളിലെല്ലാം പല കാലഘട്ടത്തിൽ എഴുതിയതിൻ്റെ ഒരേപോലെയുള്ള കവിതകളല്ല എങ്കിലും പല കവിതകളിലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മളെ നയിക്കുന്നതായിട്ടും പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു നക്ഷത്രമായിട്ടെല്ലാം ദൈവത്തെ കാണുന്ന തരത്തിലുള്ള കവിതകളാണ് ഇതിൽ കൂടുതലുമുള്ളത്. എനിക്കിഷ്ടപ്പെട്ട ചില കവിതകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പ്രയാണം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിൽ ഇങ്ങനെയാണ്: ഞാൻ കരിനിഴൽ വീണ ഈറൻ സന്ധ്യയിൽ ചിറകറ്റു വീണ ഈയാമ്പാറ്റ, വിധിയുടെ അമ്മാനാട്ടത്തിൽ ഒരു കഥാപാത്രം. പ്രത്യാശയിലാണ് എൻ്റെ യാത്ര, എൻ്റെ മൗനം നിരാശയുടേതല്ല ക്ഷമയുടേതാണ്. വെളിച്ചത്തിലേക്കാണ് എൻ്റെ യാത്ര, പക്ഷേ വെളിച്ചം എവിടെ? വെളിച്ചം എന്താണ്? ഇതെല്ലാം ചിന്തകൾക്ക് ഉപരിയാണ്, എങ്കിലും യാത്ര തുടരുന്നു.
നമ്മുടെ എല്ലാം ജീവിത യാത്രയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതിയ വളരെ ലളിതമായൊരു കവിത. എന്തൊക്കെ വിഘ്നങ്ങളുണ്ടായാലും ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് നയിക്കാനുള്ളൊരു ഊർജം തരുന്ന ഒരു കവിതയാണ് പ്രയാണം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കവിത ഇതിലുള്ളത് നേർവരമ്പാണ്. നേർവരമ്പ് എന്ന കവിതയിലും ഇതുപോലെ ദൈവത്തെ കണ്ടുമുട്ടുന്ന, ജീവിതത്തിൻ്റെ ഒരു ദിശയിൽ ദൈവത്തെ കണ്ടുമുട്ടുകയും അതുവരെ നടന്നിരുന്ന വഴിയിലൂടെ മാറി നേർവരമ്പിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ വരച്ചു കാട്ടുന്ന ഒരു കവിതയാണ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 വരികൾ ഞാൻ വായിക്കാം. അങ്ങനെയാണ് ഞാൻ നേർവരമ്പുകളിലൂടെ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ വിഘ്നങ്ങളില്ല, അതിലുപരി നക്ഷത്രം എനിക്ക് സ്വന്തമായതുപോലെ. നേർവരമ്പുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ സ്വന്തമാക്കാമെന്നുള്ള ഒരാശയം കൂടി പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം ഈ കവിതയിലൂടെ നമുക്ക് ലഭിക്കും. പിന്നീട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഷോക്കേസ് മെമ്മറി. ഷോക്കേസ് മെമ്മറി എന്നുള്ള കവിതയിലൂടെ ഒരു സംവദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ഓർമ്മകളുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. ബാല്യം മുതലുള്ള ഓർമ്മകൾ നമ്മുടെ ഉള്ളകങ്ങളിൽ നമ്മളിങ്ങനെ കാത്തു വെച്ചിട്ടുണ്ടാവും. ചില ഓർമ്മകൾ നമ്മളെ മുന്നോട്ട് നീങ്ങാനായിട്ട് തടസ്സപ്പെടുത്തുന്നവയുണ്ടാവാം. ഇതെല്ലാം ഇങ്ങനെ മറക്കാതെ നമ്മുടെ ഉള്ളകങ്ങളിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ കവിത. അതിലെ എഴുതിയിട്ടുള്ള ചില കുഞ്ഞു വരികൾ നമ്മളെ വളരെയധികം ആകർഷിക്കും. പെൻസിലിനെ വാശി പിടിച്ച് ഉടച്ചു കളഞ്ഞ സ്ലേറ്റിൻ്റെ ഫ്രെയിം. ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായ ചില അനുഭവങ്ങൾ നമ്മൾ കാത്തു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ കവിത അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു പക്ഷേ ഓർമ്മകളോട് വിട പറഞ്ഞിരുന്നെങ്കിൽ തിരമാലയ്ക്കപ്പുറത്തുള്ള സ്വർഗം കാണാമായിരുന്നു. ശരിയാണ്, ചില ഓർമ്മകളൊക്കെ നമ്മൾ വിട്ടുകളയേണ്ട ഓർമ്മകളുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഉള്ളകങ്ങളിൽ നമ്മുടെ ഓർമ്മകൾ ഷോക്കേസ് മെമ്മറികൾ പോലെ വെക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് അതിനെ വിട്ടുകളഞ്ഞ് പുതിയ ലോകത്തിലെ ആ സ്വർഗതുല്യമായ ആ ലോകത്തിലേക്ക് ആ ഓർമ്മകളെ വിട്ട് നീങ്ങാനുള്ള ഒരു ആഹ്വാനം ഈ കവിതയ്ക്കുള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ക്രിസ്തു എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിൽ കൃത്യമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ക്രിസ്തുവിനെ വരച്ചിടുന്ന ഒരു അനുഭവം നമുക്ക് കാണാം. കരയിലും കാലത്തിലും ഒതുങ്ങാത്തവൻ, വാക്കിലും പോക്കിലും പിഴയ്ക്കാത്തവൻ, മനസ്സിലും മതത്തിലും ചുരുങ്ങാത്തവൻ, മരത്തിലും മരണത്തിലും നിലയ്ക്കാത്തവൻ, അവൻ എൻ്റെ ജീവൻ്റെ അച്ചാരം. ആ വലിയ കവിയുടെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം ചുരുങ്ങിയ വാക്കുകളിൽ മനോഹരമായിട്ട് ആർ വി കപ്പുച്ചൻ വരച്ചിടുന്നുണ്ട് ഈ ക്രിസ്തു എന്ന കവിതയിൽ. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് അവസാനത്തെ കവിതയിലേക്കാണ്. അവസാനത്തെ കവിതയുടെ പേര് തന്നെ വളരെ മനോഹരമാണ്. നമ്മളെ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ്. ഒരു തൂക്കുവിളക്കിൻ്റെ ഓർമ്മയ്ക്ക്. നമുക്ക് എവർക്കും അറിയാം, തൂക്കുവിളക്ക് അല്ലെങ്കിൽ വിളക്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊരു പ്രത്യാശയുടെ, പ്രതീക്ഷയുടെയൊക്കെ അടയാളമാണ്. അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു, ഏതോ ഒരു വിഷമഘട്ടത്തിൽ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ എഴുതിയ കവിതയാണെന്നുള്ളത് സ്പഷ്ടമാണ് ഇതിൻ്റെ വരികൾ വായിക്കുമ്പോൾ. കുറച്ച് വരികൾ നിങ്ങൾക്കായിട്ട് വായിക്കാം. തളച്ചിട്ടിരുന്ന നോവുകൾ ചങ്ങല പൊട്ടിച്ച് നൃത്തമാടുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ എവിടെയൊക്കെയോ ചാറ്റൽ മഴ കാണുന്നു. നിറം മങ്ങിയ കണ്ണിൽ അണഞ്ഞുപോയ തൂക്കുവിളക്കിൻ്റെ ചിത്രം. മനസ്സുമടുത്ത യാത്രയിൽ തണല് തരുന്ന മരങ്ങൾ ഉണങ്ങുമ്പോൾ പാദമിണറുന്നു. വേര് പൊട്ടി മറ്റൊരു മരം വളരാതിരിക്കാൻ എൻ്റെ വേരുകൾ പണ്ടേ മുറിച്ചു മാറ്റി. ഇനി ആകാശത്തിലെ കാർമേഘങ്ങളാണ് എനിക്ക് തണൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. നമുക്കും ചില തൂക്കുവിളക്കുകളാവാനും പ്രതീക്ഷയുടെ വിളക്കുകൾ അടഞ്ഞാലും ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുവാനൊക്കെ ഉള്ള ഒരു അനുഭവം തരുന്ന കവിത തന്നെയാണ് ഒരു തൂക്കുവിളക്കിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കവിത. ഈ കവിതകളെല്ലാം വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ, ഞാൻ ഈ അടുത്തിടെ വായിച്ച ഒരു ചിന്തയിലേക്ക് കൂടി ഞാൻ പോയി. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അടങ്ങുന്നൊരു പുസ്തകമാണത്. അതിൽ പറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്, യങ് പീപ്പിൾ ആർ മെയ്ഡ് ഇൻ ദ സെയിം മോൾഡ് ആസ് ഗോഡ്, ദാറ്റ് ദെയർ ആട്രിബ്യൂട്ട്സ് ആർ ഹിസ്. ദൈവത്തിൻ്റെ അതേ മോൾഡിൽ ഉണ്ടാക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് കാരണം ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലൊക്കെ നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ വചനം പോലെ തന്നെ ദൈവത്തിൻ്റെ ആ ചായ കൂടി
നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും ദൈവഛായ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുവാനുള്ളൊരു ആഹ്വാനം കൂടിയാണ് ഈ കവിതകൾ. ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തൂക്കുവിളക്കാകട്ടെ. നല്ലൊരു വായനാനുഭവം സമ്മാനിക്കാനായിട്ട് ഈ പുസ്തകം നിങ്ങളുടെ വായനാമുറികളിൽ ഇടം പിടിക്കട്ടെ. നന്ദി.